മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഓരോ വാക്കിനും ഓരോ വരിക്കും 3 തരത്തിലുള്ള അർത്ഥമുണ്ട്. 1 വാച്യാർത്ഥം, 2 ലക്ഷ്യാർത്ഥം, 3 വ്യംഗ്യാർത്ഥം. വാച്യാർത്ഥം വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നു, അത് വാച്യാർത്ഥം. ആ വാക്ക് പ്രയോഗിച്ചതുകൊണ്ട് എന്താണോ ലക്ഷ്യമിടുന്നത് അത് ലക്ഷ്യാർത്ഥം. ആ വാക്കുകൾ ചേർന്ന വരികൾക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥസന്ദേശങ്ങളാണ് വ്യംഗ്യാർത്ഥം. രാമായണത്തിൽ ഇത് 3 കൂടി ചേർത്ത് വേണം രാമായണം വായിക്കാനും പഠിക്കാനുമെല്ലാം ഉള്ളത്. അങ്ങനെയുള്ളൊരു ചോദ്യം ചോദിക്കുന്ന ആരാണ്? അവന്തിക. അവന്തിക എന്നുള്ള പേരിൻ്റെ അർത്ഥം അറിയോ? അവന്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരാവതി ചൈവ സപ്തൈതേ മോക്ഷദായക. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഓർമ്മിക്കുക, അവന്തിക എന്ന് പറഞ്ഞാൽ ഉജ്ജയിനിയാണ്. അവന്തികയുടെ ചോദ്യം എന്താ? ലങ്കയിൽ നിന്ന് വന്ന രാമനെ ഭരതൻ എങ്ങനെയാ സ്വീകരിച്ചത്? യഥാർത്ഥത്തിൽ ലങ്കയിൽ നിന്ന് വന്ന രാമനെ സ്വീകരിച്ചതിനെക്കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ ഒന്നും പഠിക്കാനില്ല. പക്ഷേ അതിൻ്റെ പുറകിൽ വലിയൊരു സന്ദേശമുണ്ട്. എന്താ സന്ദേശം അറിയോ? 14 വർഷം നന്ദിഗ്രാമിൽ ഇരുന്നുകൊണ്ട് ഭരതൻ രാജ്യം ഭരിച്ചു. 14 വർഷം ഭരിച്ച് കഴിഞ്ഞപ്പോൾ 13 വർഷം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ ഭരതൻ രാമന് രാജ്യം തിരിച്ചു കൊടുക്കണ്ട, കൈവശാവകാശമാണ്. അതുകൊണ്ട് രാമൻ നേരിട്ട് നന്ദിഗ്രാമിൽ ചെന്ന് ഭരതനെ കണ്ടില്ല. ഭരദ്വാജ ആശ്രമത്തിലിരുന്ന് ഭരതനോട് വരാൻ പറഞ്ഞു. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭരതൻ പാതുകവും കൊണ്ടുവന്ന് രാമനെ ആനയിക്കുകയാണ്. ഒരു പക്ഷേ വേറെ ഇന്നത്തെ ഭരണാധികാരികളായിരുന്നെങ്കിൽ രാമനോട് പറയുമായിരുന്നു, എൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്തേക്ക് കയറരുതെന്ന് പറയാൻ അവകാശമുണ്ട്. കാരണം കൈവശാവകാശം. അപ്പോൾ രാമൻ ചെയ്തത് എന്ത് പെർഫെക്റ്റാന്ന് നോക്കി. ഭരതൻ വന്ന് വിളിച്ചുകൊണ്ട് പോവുക ചെയ്തത്. രാമൻ അങ്ങോട്ട് പോയതല്ല, പോയാൽ ഡേഞ്ചറസ് ആണ്. മാത്രമല്ല എല്ലാ ഒരുക്കങ്ങളോടും കൂടിയാണ് രാമനെ സ്വീകരിച്ചത്. രാമൻ തന്നെ സഹായിച്ച എല്ലാവരെയും കൂട്ടത്തിൽ കൊണ്ടുപോയിരുന്നു. മാത്രമല്ല രാമൻ ഭരദ്വാജ ആശ്രമത്തിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞ വരി എന്താ അറിയാമോ? ഹനുമാനോടും ജാമ്പവാനോടും പറഞ്ഞത്, നിങ്ങൾ ഇത്രയും കാലം അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതമല്ല നയിച്ചിരുന്നത്, അതുകൊണ്ട് നിങ്ങൾ വനനരന്മാരെന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു ലീഡറിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടത് എന്നും അടുക്കും ചിട്ടയോടും കൂടി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചതുകൊണ്ട് 33 കോടി മാനവന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ മാനവന്മാരായി മാറി. വാനരന്മാരിൽ നിന്ന് മാനവന്മാർ. 33 കോടി ദേവന്മാർ. എന്താ അതിൻ്റെ അർത്ഥം? 1/3 ഭാഗം ദൈവീക ഗുണം നമ്മളിലുണ്ട്. 33 കോടി ദാനവന്മാർ, രാക്ഷസന്മാർ. 33 കോടി മാനവന്മാർ. 1/3 ഭാഗം ദൈവീക ഗുണങ്ങൾ നമ്മളിലുണ്ട്. 1/3 ഭാഗം ആസുരിക ദോഷങ്ങൾ നമ്മളിലുണ്ട്. 1/3 ഭാഗം മാനവിക ദൗർബല്യങ്ങൾ നമ്മളിലുണ്ട്. ആ ദൗർബല്യങ്ങളില്ലാത്ത രാക്ഷസീയ സ്വഭാവം അല്ലെങ്കിൽ അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതത്തിൽ നിന്ന് അടുക്കും ചിട്ടയുമുള്ള ജീവിതത്തിലേക്ക് വന്നു. അവരെല്ലാം റിഫൈൻഡ് പേഴ്സണാലിറ്റീസായി മാറി. ഇപ്പോൾ കിഷ്കിന്ധയിൽ കുരങ്ങന്മാരാണെന്ന് കേരളീയരെ കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാണ്, അല്ല ജനറലി പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഓർമ്മിക്കുക, അവരെല്ലാവരും മാനവരാശിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ കിഷ്കിന്ധയിൽ കുരങ്ങന്മാരാണെന്ന് കേരളീയരെ കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാണ്, അല്ല ജനറലി പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഓർമ്മിക്കുക, അവരെല്ലാവരും മാനവരാശിയിലേക്ക് തിരിച്ചു വന്നു. ഭരതൻ സ്വീകരിച്ചു. വളരെ ഗംഭീരമായിട്ട് രാമൻ്റെ ആ അധികാരം കൊടുത്തു. ഒരിക്കലും തനിക്ക് അർഹതപ്പെടാത്തത് അത് കിട്ടാനായിട്ട് ഭരതൻ വർക്ക് ചെയ്തിട്ടില്ല. എങ്ങനെയാണോ 14 വർഷം ഇവർ കാട്ടിൽ ജീവിച്ചത്, അതേപോലെ ഭരതൻ മരവുരിയും വളരെ ചെങ്കോലും കൊണ്ടാണ് ഭരതൻ ജീവിച്ചത്. ഭരതന് തുല്യം ഭരതൻ മാത്രം. രാമനേക്കാൾ മഹത്വം പലപ്പോഴും ഭരതനാണുള്ളത് എന്ന് ഭരതൻ്റെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭരതൻ രാമനെ സ്വീകരിച്ചതും അധികാരപീഠത്തിൽ ഇരുത്തുന്നതും ആ പാതുകത്തോട് കാണിച്ച സ്നേഹവും ആ കുടുംബ ബന്ധം നിലനിർത്തിയതും ജ്യേഷ്ഠ ഭ്രാതാവിനെ പിതൃസമ അച്ഛന് തുല്യം നോക്കിയതുമെല്ലാം വാൽമീകി രാമായണത്തിൽ വായിച്ചാൽ ഇന്നത്തെ കാലത്ത് അതിൻ്റെ 10% നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ എത്ര നന്നാവുമെന്നറിയോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ പകർത്തില്ല, ദൈവാനുഗ്രഹം കൊണ്ട് പകർത്തണമെന്ന് ആരും നമുക്ക് പറഞ്ഞു തരികയില്ല. അതുകൊണ്ട് നമ്മൾ പഴയ വാനരന്മാരായി തന്നെ ഡാർവിൻ പറഞ്ഞ മാതിരി ജീവിക്കാം. അർത്ഥം മനസ്സിലായോ തനിക്കെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കേൾക്കുന്നവർക്ക് മനസ്സിലാവും. കേരളീയർ ഇത് ദിവസവും കാണുന്നതല്ലേ. ചെറിയതായിട്ടെങ്കിലും പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അതാണ് ഭരതനെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും രാമനെക്കുറിച്ചും ഈ യാത്രയെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
നല്ല കാര്യം.